നാളെ നവംബർ 12 ബുധനാഴ്ച മണ്ണാറശാല ആയില്യമാണ്. നാഗങ്ങളെ നാഗദേവതമാരെ വിശ്വാസവും അതേപോലെ തന്നെ നാഗാരാധനയും ഒക്കെ ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. ബാക്കി ഒരുമാതിരി ക്ഷേത്രങ്ങളിലെല്ലാം നാഗദേവതമാരുടെ പിറന്നാളായിട്ട് കന്നിമാസത്തിലെ ആയില്യമാണ് കൊണ്ടാടുന്നത്. പക്ഷേ മണ്ണാറശാല മാത്രം തുലാമാസത്തിലെ ആയില്യത്തിനാണ് പ്രധാനം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അവിടെ മണ്ണാറശാലയിലെ അമ്മയാണുള്ളത്. പണ്ട് പുരുഷന്മാർ തന്നെയായിരുന്നു അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ തലേ ദിവസം ആ തിരുമേനിക്ക് പൂജ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും അന്തർജനം മനമൊരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ പൂജ തലേ ദിവസത്തെ ഉച്ചപൂജ മുടക്കല്ലേ എന്ന് ഉടനെ തന്നെ ഒരശരീരി കേട്ടു എന്നാണ് പറയുന്നത്. ഉച്ചപൂജ മാത്രമല്ല, ആയില്യം പൂജയും അന്തർജനം തന്നെ നടത്തിയാൽ മതിയെന്ന്. അന്ന് മുതലാണ് അവിടെ ഇങ്ങനെ അന്തർജനം പൂജ നടത്തുന്നത്. ആ കുടുംബത്തിൽ വേളി ഒഴിച്ചു കൊണ്ടുവരുന്ന ഏറ്റവും പ്രായമുള്ള സ്ത്രീയാണ് അവിടുത്തെ നമ്മുടെ മണ്ണാറശാലയെ അമ്മയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഭക്തർക്കെല്ലാവർക്കും ഈ നാഗദേവതമാരെ പോലെ തന്നെ നാഗദേവതമാരുടെ അമ്മയുടെ സ്ഥാനമാണ് എല്ലാവരും നമ്മുടെ മണ്ണാറശാല അമ്മയ്ക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെന്ന് അവരെ കണ്ട് വഴിപാട് കഴിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന്, എല്ലാ രോഗമുക്തിയും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആരും മറക്കണ്ട, പറ്റുന്നവരെല്ലാവരും മണ്ണാറശാലയിൽ പോവുക. അത് പറ്റാത്തവർ നമ്മുടെ അടുത്തുള്ള നാഗക്ഷേത്രങ്ങളിൽ പോയി നാഗങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് നോക്കുക. എല്ലാവർക്കും നാഗദേവതമാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.